ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഫ്യൂജി ബ്ലൂസ് ബൈ W.H. Auden. W.H. Audenൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ പേരാണ് പോംസ്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1930 T.S. Eliotൻ്റെ സഹായത്തോടെയാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം അമേരിക്കയിൽ വെച്ച് എഴുതിയ ആദ്യത്തെ ബുക്കിൻ്റെ പേര് അനദർ ടൈം എന്നാണ്. അദ്ദേഹത്തിന് മറ്റുള്ള നോട്ടബിൾ ആയിട്ടുള്ള പബ്ലിക്കേഷൻസിൻ്റെ പേര് ദി ഡബിൾ മാൻ, ഫോർ ദി ടൈം ബീയിങ്, ദി സീ ആൻഡ് ദി മിറർ എന്നിവയാണ്. ക്രിട്ടിക്കായ ഫെഡറിക് ബ്യൂവൽ എന്ന് പറയുന്ന വ്യക്തി W.H. Audenനെ പറ്റിയും ബെർട്ടോൾ ബ്രെഷ്റ്റിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദേ വർ അറ്റംപ്റ്റിംഗ് ടു ഫൈൻഡ് ആൻ ആർട്ടിസ്റ്റിക് വോയിസ് ഫോർ എ ലെഫ്റ്റ് വിങ് പോളിമിക്. അതായത് ഇടതുപക്ഷ തർക്കം അതിനെപ്പറ്റി അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിച്ചവരാണ് ഈ രണ്ടുപേരും. അറ്റംപ്റ്റിംഗ് ടു ഫൈൻഡ് ആൻ ആർട്ടിസ്റ്റിക് വോയിസ് ഫോർ എ ലെഫ്റ്റ് വിങ് പൊളിമിക്. അദ്ദേഹത്തിൻ്റെ ഫൈനൽ പോയട്രി കളക്ഷൻസ് സിറ്റി വിത്തൗട്ട് വോൾസ് ആൻഡ് മെനി അതർ പോംസ്, എപ്പിസൽ ടു എ ഗോഡ്സൺ ആൻഡ് അതർ പോംസ്, ആൻഡ് താങ്ക് യു ഫോക്ക് ലാസ്റ്റ് പോംസ് എന്നിവയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള കവിതയിലേക്ക് വരാം. ആ കവിതയുടെ ടൈറ്റിൽ എങ്ങനെയാണ്: റെഫ്യൂജി ബ്ലൂസ്. ഇത് എഴുതിയിരിക്കുന്നത് 1933. ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞ തീം: ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ഇൻഡിഫറൻസ് ആൻഡ് ആൻറ്റഗോണിസം ഫേസ്ഡ് ബൈ ജൂയിഷ് റെഫ്യൂജീസ് ഫ്രം നാസി ജർമ്മനി വെൻ ദേ സോട്ട് എസൈലം ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം നാസി ക്യാമ്പിൽ ജൂയിഷ് ആൾക്കാർ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ നേരിടേണ്ടി വന്ന ആൻറ്റഗോണിസം എന്ന് പറയുമ്പോൾ വിരോധം, അതൊക്കെ അവർ വളരെയധികം നേരിടേണ്ടി വന്നു. അതിനെപ്പറ്റിയും അപ്പോൾ അതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭയം തേടുക. എസൈലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അഭയം എന്നാണ്. അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ അഭയം തേടി പോയി. അതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർക്ക് വളരെയധികം വിരോധം നാസി ജർമ്മനി അവരിൽ നിന്നും അവർക്ക് ജൂയിഷ് ആൾക്കാർക്ക് ഏൽക്കേണ്ടി വന്നത്. അപ്പം ആ ഒരു സമയത്ത് നമുക്കറിയാം, ആ ഒരു സമയത്ത് എഴുതപ്പെട്ട ഒരു പോമാണ് ഈ റെഫ്യൂജി ബ്ലൂസ്. ഇറ്റ് ഈസ് ദ ടൈറ്റിൽ ഗിവൺ ടു ദ ഫസ്റ്റ് ഓഫ് ദി 10 songs ഓഫ് W.H. Auden. അപ്പം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 10 songs പറയുന്ന കവിതകളിനകത്തുള്ള ആദ്യത്തേന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് ഇത്. ഇറ്റ് ഹാസ് എ പ്ലസൻറ്റ് റിതം ആൻഡ് എ റീഫ്രെയിൻ, മൈ ഡിയർ, ദാറ്റ് ഇസ് റിപ്പീറ്റഡ് ഇൻ എവറി 3 lines സ്റ്റാൻസ. അപ്പം ഈ ഒരു പോം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതിനകത്ത് മൈ ഡിയർ എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലാ 3 ലൈനിന് ശേഷവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദി പോം ഇസ് സെറ്റ് ഇൻ എ ഫോറിൻ കൺട്രി where the poet and his companion have sought refuge. ഈ പോയത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് വെച്ചാൽ, ഈ പോം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറിൻ കൺട്രിയിലാണ്. അവിടെ ഈ കവിത എഴുതിയ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കമ്പാനിയനും കൂടെ അഭയം തേടി ചെല്ലുകയാണ്. മാത്രമല്ല, അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പം അദ്ദേഹം വളരെ ഇൻസെക്യൂർ ആവുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു പുതിയ സ്ഥലവുമായിട്ട് യാതൊരു വിധത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല. ദി സ്പീക്കർ ഈസ് അൺഏബിൾ ടു ഫീൽ എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഓർ ഷേക്ക് ദ ഫീലിംഗ് ഓഫ് പെർസിക്യൂഷൻ ആൻഡ് ഇൻസെക്യൂരിറ്റി. അതേസമയത്ത് അദ്ദേഹം ഈ നാസി ജർമ്മനിയുടെ അവരുടെ ആ ഒരു പെർസിക്യൂഷൻ ഭയപ്പെട്ടാണ് വേറൊരു കൺട്രിയിൽ അഭയം തേടിയത്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഫീലിങ്ങും അദ്ദേഹത്തിന് മുഴുവനായിട്ടും തൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാനും പറ്റിയിട്ടില്ല. നറേറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ അഭയം തേടി ചെല്ലും. അദ്ദേഹം അവിടുത്തെ ഒരു ന്യൂ ഇമിഗ്രൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനം മാത്രമല്ല നഷ്ടപ്പെട്ടത്, അദ്ദേഹത്തിന് ഈ ഒരു പുതിയ സ്ഥലത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രീഡവും വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹീ ഈസ് അൺഏബിൾ ടു റിന്യൂ ആൻ എക്സ്പയർഡ് പാസ്പോർട്ട് ദാറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ഹി ഹാസ് സീസ് ടു എക്സിസ്റ്റ് ഫോർ ഓൾ ഒഫീഷ്യൽ പർപ്പസസ് ഓൾദോ ഹീ ഈസ് സ്റ്റിൽ അലൈവ്. അപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ എക്സ്പയർഡ് ആയ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോലും പറ്റുന്നില്ല. A lament song of a persecuted and dispossessed Jewish immigrant escaping the Holocaust. അപ്പം നമുക്ക് ഈ ഒരു കവിത മുഴുവൻ വായിക്കുമ്പോൾ അറിയാം, ഒരു വിലാപഗീതം പോലെ നമുക്ക് തോന്നും. കുടിയിറക്കപ്പെട്ട ഒരു ജൂയിഷ് ഇമിഗ്രൻറ്റ്, ഇപ്പം അദ്ദേഹം ഒരു
അഭയാർത്ഥിയായി മാറിയിരിക്കുക. അപ്പോൾ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നാസീസ് ഏകദേശം ഒരുപാടെന്ന് പറഞ്ഞാൽ 6 മില്യൺ യൂറോപ്യൻ ജ്യൂസിനെയോളം കൊല ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പോയറ്റ്. അപ്പം ഇതൊരു വിലാപകാവ്യം പോലെ നമുക്ക് വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. Refugee blues. Say the city has 10 million souls. Some are living in mansions, some are living in holes. Yet there is no place for us, my dear. Yet there is no place for us. അപ്പം ഇവിടെ ഫസ്റ്റ് 3 ലൈൻസിൽ പറയുവാണ്, ഈ ഒരു സിറ്റിയിൽ, ഈ ഒരു നഗരത്തിൽ ഏകദേശം 10 മില്യൺ സോൾസ് ഉണ്ട്. സോൾസ് എന്ന് പറയുമ്പോൾ വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്, സം ആർ ലിവിങ് ഇൻ ഹോൾസ്. അപ്പം മാൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മണിമാളികകൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വലിയ ലാർജ് ബിൽഡിംഗ് എന്നുള്ളൊരർത്ഥമാണ്. സം ആർ ലിവിങ് ഇൻ ഹോൾസ്, സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്. ഹോൾസ് എന്ന് പറഞ്ഞാൽ ആൻ അൺഡിസൈറബിൾ പ്ലേസ് ടു ലീവ്, ആൾക്കാർക്ക് താമസിക്കാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം. യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്, മൈ ഡിയർ. യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളുണ്ട് താമസിക്കാൻ, പക്ഷേ ഞങ്ങൾക്ക് ഒരിടമില്ല. മൈ ഡിയർ, യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ അസ്. വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ. ലുക്ക് ഇൻ ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദെയർ. വി കനോട്ട് ഗോ ദെയർ നൗ, മൈ ഡിയർ. വി കനോട്ട് ഗോ ദെയർ നൗ. അപ്പം അദ്ദേഹം പറയുവാണ്, ഒരിക്കൽ, വൺസ് വി ഹാഡ് എ കൺട്രി, ഞങ്ങൾക്ക് ഒരിക്കലൊരു ഒരു രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ വളരെ നന്നായിട്ടാണ്, വി തോട്ട് ഇറ്റ് ഫെയർ. ലുക്ക് ഇൻ ദി അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദെയർ. അപ്പോൾ നിങ്ങൾ അറ്റ്ലസിൽ നോക്കിയാൽ, നമുക്കറിയാം അറ്റ്ലസിൽ നോക്കുമ്പോൾ കൺട്രീസിൻ്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദെയർ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമുക്കറിയാം, ഈ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു സ്ഥലത്തോട്ട് വളരെ അറ്റാച്ച്മെൻ്റാണ്. ഇപ്പോൾ വൺസ് വി ഹാഡ് എ കൺട്രി എന്ന് പറയുമ്പം ഇത് കാണിക്കുന്നത് ജൂയിഷ് ഹോം ലാൻഡ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ കൺട്രിയോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്, എങ്കിൽ കൂടെ ആ ജൂയിഷ് പീപ്പിളിൻ്റെ ആ ഒരു കൺട്രിയോട് അറ്റാച്ച്മെൻ്റ് ആണ്. പക്ഷെങ്കിൽ ബട്ട് ഓൾസോ ദി മെനി ടൈംസ് ദ ജൂയിഷ് പീപ്പിൾ ഹാഡ് ടു ലീവ് ദർ കൺട്രി ഓഫ് ബർത്ത് ആൻഡ് മൈഗ്രേറ്റ് ടു ന്യൂ ലാൻഡ്സ് ഡ്യൂ ടു ആൻറ്റി സെമറ്റിക് പ്രോഗ്രാംസ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ ഈ ജൂയിഷ് പീപ്പിളിന് അവരുടെ സ്ഥലം വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ പറയുവാണ്, ലുക്ക് അറ്റ് ദി അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദെയർ. അപ്പോൾ ഇവിടെ പറയുവാണ്, നമുക്കറിയാം അറ്റ്ലസിലുണ്ട് ആ സ്ഥലം, പക്ഷേ ഒരിക്കൽ പോലും ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ദേ ക്യാൻ റിട്ടേൺ ഓർ ഗോ ഇൻ റിയാലിറ്റി. അപ്പോൾ ഇപ്പോൾ പക്ഷേ അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. വി കാൺ ഗോ ദെയർ നൗ, മൈ ഡിയർ. വി കാൺ ഗോ ദെയർ നൗ. അടുത്തായിട്ട്, ഇൻ ദി വില്ലേജ് ചർച്ച് യാർഡ് ദർ ഗ്രൂസ് ആൻ ഓൾ യു. എവറി സ്പ്രിംഗ് ഇറ്റ് ബ്ലോസംസ് എ ന്യൂ. ഓൾ പാസ്പോർട്ട്സ് കാൺ ഡു ദാറ്റ്, മൈ ഡിയർ. ഓൾ പാസ്പോർട്ട്സ് കാൺ ഡു ദാറ്റ്. അപ്പം അദ്ദേഹം വീണ്ടും പറയുന്നത്, വില്ലേജ് ചർച്ച് യാർഡിൻ്റെ അവിടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഓൾഡ് യു വളരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊരു ഒരു ട്രീ ആണ്. ആ ട്രീ വെസ്റ്റേൺ, സെൻട്രൽ, സദേൺ യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ ആ ട്രീ അവിടെ, ഒരു ഓൾഡ് ട്രീ അവിടെ വളരുന്നുണ്ട്. അതെല്ലാ സ്പ്രിംഗ് സീസണിലും അത് പൂക്കും. അപ്പോൾ അതിനെ വെച്ചിട്ട് പറയുവാണ്, ഓൾഡ് പാസ്പോർട്ട്സ് കാൺ ഡു ദാറ്റ്. അപ്പോൾ അതെല്ലാ വർഷവും എല്ലാ സ്പ്രിങ്ങിലും പൂക്കും, പക്ഷേ അതൊരു ഓൾഡ് ട്രീ ആണെന്ന് പറയുന്നുണ്ട് അവിടെ. പക്ഷേങ്കിൽ എൻ്റെ ഓൾഡ് പാസ്പോർട്ട് ഒരിക്കലും കണ്ടു ദാറ്റ്, അതെനിക്ക് പുതിയതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, എക്സ്പയർഡ് ആയിട്ടുള്ള പാസ്പോർട്ട്സാണ്. അതിനെ പുതിയൊരു പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവിടെയുള്ള അർത്ഥം. മൈ ഡിയർ, ഓൾ പാസ്പോർട്ട്സ് കാൺ ഡു ദാറ്റ്. അതിനെ ഒരിക്കലും എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ദി കോൺസ്യൂൾ ബാങ്ക്ഡ് ദി ടേബിൾ ആൻഡ് സെഡ്, if you have got no passport, you are officially dead. But we are still alive, my dear. But we are still alive. ഇപ്പം കോൺസ്യൂൾ നമുക്കറിയാം, ഈ മേജർ ഫോറിൻ ടൗൺസിലൊക്കെ
ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ സിറ്റിസൺസിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റുകളെ കാത്തു സൂക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺസുലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം കോൺസുൽ എന്ന് വെച്ചാൽ ഒരു ഒഫീഷ്യൽ ഒരു പേഴ്സണാണ്. അദ്ദേഹം എല്ലാ ഒരു മേജർ ഫോറിൻ ടൗൺസിലും കാണും. വേറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ പോയറ്റും അതുപോലെ കമ്പാനിയനോടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ആ മേശ തട്ടിയിട്ട് പറയുന്നുണ്ട്, എന്താ ഇവർ സഹായം ചോദിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് ഇവരുടെ മുൻപിൽ. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കാണ്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ ഒഫീഷ്യലി ഡെഡ്, നിങ്ങൾ ജീവിച്ചിരിപ്പില്ലെന്നാണ്. പക്ഷേ പോയറ്റ് പറയാണ്, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് മൈ ഡിയർ, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ്, പക്ഷെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, മൈ ഡിയർ, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ്. Went to a committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? പറയാണ്, ഞങ്ങളൊരു കമ്മിറ്റിയിൽ പോയി. അപ്പോൾ ഇവരിങ്ങനെ ഈ പോയിട്ട് ഓരോരുത്തടത്തും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായമായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെന്താണ് ഒരു കസേരയൊക്കെ ഇട്ട് തന്നു, ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആസ്ക്ഡ് മീ പൊളൈറ്റ്ലി ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ. എന്നിട്ട് പറഞ്ഞു, പൊളൈറ്റ്ലി പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത വർഷം മടങ്ങിപ്പോകാം. അപ്പോൾ അദ്ദേഹം പറയണം, ബട്ട് വേർ ഷാൽ വി ഗോ ടുഡേ മൈ ഡിയർ, ബട്ട് വേർ ഷാൽ വി ഗോ ടു. അപ്പം നെക്സ്റ്റ് ഇയറിൻ്റെ കാര്യം ഓക്കെയാണ്, പക്ഷേ ഇന്ന് ഞങ്ങൾ എവിടെ പോകും, മൈ ഡിയർ, ബട്ട് വേർ ഷാൽ വി ഗോ ടുഡേ. Came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. അപ്പോൾ അടുത്തതായിട്ട് ഒരു പബ്ലിക് മീറ്റിങ്ങിലാണ്. പബ്ലിക് മീറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, മീറ്റിംഗ്സ് ഹെൽഡ് ഇൻ കൺട്രീസ് ദാറ്റ് ടുക്ക് ഇൻ ദി റെഫ്യൂജീസ് ബട്ട് ദർ വെർ റെസിസ്റ്റൻസ് ടു ദി ആക്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ദി ജൂസ് വുഡ് ബി എ ബർഡൻ ടു ദി ഹോസ്റ്റ് കൺട്രി. അപ്പോൾ ഒരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രസംഗിക്കാനുള്ള ആ സ്പീക്കർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇഫ് വി ലെറ്റ് ദം ഇൻ, ഇങ്ങനെയുള്ള റെഫ്യൂജീസിനെ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി വിട്ടാൽ അവർ നമ്മളുടെ ഓരോ ദിവസമുള്ള ഭക്ഷണം അവർ കട്ടെടുക്കാൻ സാധ്യതയുണ്ട്. ദേ വിൽ കട്ടെടുക്കാൻ സാധ്യതയുണ്ടെന്നല്ല, ദേ വിൽ steal our daily bread. He was talking of you and me, my dear. He was talking of you. പറയാണ്, അദ്ദേഹം സംസാരിക്കുന്നത് നിന്നെയും കുറിച്ചാണ്. My dear, he was talking of you and me. Thought I heard the thunder rumbling in the sky. It was Hitler over Europe saying they must die. Oh, we were in his mind, my dear. Oh, we were in his mind. അപ്പം നമുക്കറിയാം, നമ്മളിതിൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ടു, അദ്ദേഹത്തിന് വേറൊരു കൺട്രി ചെന്നിട്ടും ആ ഒരു ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റിയും പെർസിക്യൂഷനും ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ആ ഭയം ഇപ്പോഴും ഉണ്ട്. പറയുവാണ്, തോട്ട് ഐ ഹേർഡ് ദി തണ്ടർ റംബ്ലിങ് ഇൻ ദ സ്കൈ. അപ്പോൾ ഒരു ഡീപ്പ് സ്ലോ ആയിട്ടുള്ള തണ്ടറിങ് സൗണ്ട് ഞാൻ സ്കൈയിൽ കേട്ടതായി എനിക്ക് തോന്നി. അതാരായിരുന്നു അത്? ഇറ്റ് വാസ് ഹിറ്റ്ലർ ഓവർ യൂറോപ്പ്. പറയണ യൂറോപ്പിനോട് ഹിറ്റ്ലർ പറയുകയാണ്, ദേ മസ്റ്റ് ഡൈ, അവർ മരിക്കണം. ഓ വി വെയർ ഇൻ ഹിസ് മൈൻഡ്, മൈ ഡിയർ. അപ്പോൾ അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങളായിരുന്നു. വി വെയർ ഇൻ ഹിസ് മൈൻഡ്, ഞങ്ങളായിരുന്നു. അപ്പം ആ ഒരു ഹോളോകോസ്റ്റിൻ്റെ ആ ഒരു കാഠിന്യത്തെ പറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. Saw a poodle in a jacket fastened with a pin. Saw a door opened and a cat let in. But they were in German Jews, my dear. But they were in German Jews. അത് അദ്ദേഹം പറയുന്നത് വേറൊരു ഇൻസ്റ്റൻസ് ആണ്. പുഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡ് ഓഫ് ഡോഗാണ്. അത് യൂറോപ്പിലുള്ള ഒരു ബ്രീഡ് ഓഫ് ഡോഗാണ്. അപ്പം അതിനൊരു ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് പിന്നെ കാണാൻ പറ്റുന്നത് ഒരു ഡോറ് തുറന്ന് ഒരു പൂച്ചയകത്ത് കയറുന്നതും കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ഈ കയറിയവരാരും ജർമ്മൻ ജ്യൂസ് അല്ലായിരുന്നു, മൈ ഡിയർ. ദേ വെർ ഇൻ ജർമ്മൻ ജ്യൂസ്. അപ്പം നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും വരുമോ എന്നൊരു ഇതുണ്ട്. പക്ഷേ അവരാരും ജർമ്മൻ ജ്യൂസ് അല്ലായിരുന്നു.
went down the harbour and stood upon the quay, saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഹാർബറിൽ പോയിട്ട് അദ്ദേഹം എന്താണ് അവിടെ നോക്കി നിന്നു. അപ്പോൾ അവിടെ എന്താണ് സ്റ്റുഡ് അപ്പോൺ ദ ക്വേ എന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ എന്നൊരു അർത്ഥമാണ്. അവിടെ കയറി നിന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഫിഷൊക്കെ ഇങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്വിം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് only 10 feet away, my dear, only 10 feet away. അപ്പം അദ്ദേഹവും ഇതും തമ്മിൽ എന്താണ് ജസ്റ്റ് 10 feet away മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഹാർബറിൽ പോയി, പിന്നെ കാണാൻ സാധിക്കും ഫോറസ്റ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ഇതിനെ കാണുവാണ്. പിന്നെ വാക്ക്ഡ് ത്രൂ എ വുഡ്. അപ്പോൾ വുഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. സോ ദി ബേർഡ്സ് ഇൻ ദി ട്രീസ്. അവിടെയുള്ള മരങ്ങളിലെല്ലാം പക്ഷികളെ കണ്ടു. ദേ ഹാഡ് നോ പൊളിറ്റീഷ്യൻസ് ആൻഡ് സാങ് അറ്റ് ദെയർ ഈസ്. അവർക്ക് ആർക്കും ഒരു ലീഡർ ഇല്ല, പൊളിറ്റീഷ്യൻസ് ഇല്ല, അവരെ കൺട്രോൾ ചെയ്യാനില്ല. അപ്പോൾ അവർ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ദേ വെയർ ഇൻ ദ ഹ്യൂമൻ റേസ്, മൈ ഡിയർ, ദേ വെയർ ഇൻ ദ ഹ്യൂമൻ റേസ്. അപ്പം ഈ ഒരു ഫിഷിനെ കണ്ടപ്പോഴും അവർ വളരെ ഫ്രീ ആയിട്ട് നീന്തുന്നു. അതേപോലെ തന്നെ ബേർഡ്സിനെ കണ്ടപ്പോൾ ബേർഡ്സ് വളരെ ഫ്രീ ആയിട്ട് പാട്ട് പാടുന്നു. അപ്പോഴാണ് പോയറ്റ് ഓർത്തത്, അവരൊന്നും ഹ്യൂമൻ റേസ് അല്ലല്ലോ, അവരൊന്നും മനുഷ്യന്മാരല്ലല്ലോ. മൈ ഡിയർ, ദേ വെയർ ഇൻ ദി ഹ്യൂമൻ റേസ്. അടുത്തായിട്ട് പറയുന്നത് ഡ്രീംഡ് ഐ സോ a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. അപ്പോൾ ഇവിടെ പറയുന്നത് എ ബിൽഡിംഗ് വിത്ത് 1,000 ഫ്ലോർസ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുള്ള എല്ലാ റേസസിലുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ജ്യൂസ് മാത്രം അവിടെ ഇല്ലെന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം പറയുവാണ്, ഞാനൊരു വലിയ ബിൽഡിംഗ് കണ്ടു, 1,000 ഫ്ലോർസ്, 1,000 വിൻഡോസ്, 1,000 ഡോഴ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഒരെണ്ണം പോലും ഞങ്ങളുടേതായിരുന്നില്ല. മൈ ഡിയർ, നോട്ട് വൺ ഓഫ് ദം വാസ് അവേഴ്സ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാ റേസിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു എക്സെപ്റ്റ് ജ്യൂസ്. വി ആർ കമ്മിങ് ടു ലാസ്റ്റ് 3 lines. Stood on a great plain in the falling snow, 10,000 soldiers marched to and fro. ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ, മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. പറയാണ് പിന്നീട് ഒരു ഗ്രേറ്റ് ഒരു പ്ലെയിൻ അതുപോലത്തെ ഒരു സ്ഥലത്താണ്, വളരെ വിശാലമായിട്ടുള്ള പ്ലെയിൻ പോലെ കിടക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇൻ ദ ഫോളിങ് സ്നോ എന്നാണ് പറയുന്നത്. അവിടെ നിൽക്കുമ്പം കാണുന്ന കാഴ്ച, 10,000 സോൾജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, അവരെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നത്, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. അവരെന്താണ് മാർച്ച് ചെയ്യുമല്ല, അവർ നമുക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. അപ്പോൾ ഇതൊരു വളരെ ഡിപ്രസ്ഡ് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുമ്പോൾ തന്നെ, ബ്ലൂ എന്ന് വെച്ചാൽ ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഓർ ഡിപ്രഷൻ. അപ്പോൾ ഒരു റെഫ്യൂജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫോറിൻ കൺട്രിയിൽ അഭയം തേടി ചെല്ലുന്ന അഭയാർത്ഥി. ആ ഒരു അഭയാർത്ഥിയുടെ ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് പേഴ്സിക്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഹൃദയം, നമുക്കറിയാം, നമ്മൾ ഒത്തിരി ഇങ്ങനെ ട്രോമയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മളത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതേ ഒരു അവസ്ഥയാണ് ഒരു ഫോറിൻ കൺട്രി ചെന്നപ്പോഴും WHO ഉടനെ ആ ഒരു സെയിം ഫീലിംഗ് തന്നെ ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ ഒരു ഓരോ ലൈൻസ് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുള്ളിലുള്ള ആ ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ആ ഒരു പേഴ്സിക്യൂഷനെ പറ്റിയുള്ള ഭയം എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.